പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 4-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇന്ന് ശനിയാഴ്ച ദിവസം മാതാവിൻ്റെ ദിവസം കൂടിയാണല്ലോ. നമുക്ക് ഈ മാതാവിൻ്റെയും ഫ്രാൻസിസ് അസീസിയുടെയും മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ വളരെ വളരെ വ്യക്തമായി അനുകരിച്ച്, ഈശോയെ അനുഭവിച്ച് ആസ്വദിച്ച നല്ലൊരു പുണ്യവാളനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2-ാം ക്രിസ്തു എന്ന് പറയപ്പെടുക. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ. കാരണം ഇദ്ദേഹത്തിൽ എല്ലാ ഗുണങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. ദൈവത്തെ അനുകരിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ഇദ്ദേഹത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു മാതൃക, ഈശോയെ അനുഗമിക്കണമെങ്കിൽ, ഈശോയെ അനുകരിക്കണമെങ്കിൽ, ഈശോയെ ആസ്വദിക്കണമെങ്കിൽ ഈ പുണ്യവാളനെ കണ്ടു പഠിക്കണം. നമുക്ക് ഇവരുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധരുടെ കൂട്ടായ്മയിൽ മാലാഖമാരുടെ അകമ്പടിയിൽ നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദാരിദ്ര്യത്തിലും എളിമയിലും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് അങ്ങ് അനുഗ്രഹം നൽകിയല്ലോ. ഈ വിശുദ്ധൻ്റെ വഴികളിലൂടെ ചരിച്ച് അങ്ങേ പുത്രനെ അനുഗമിക്കുവാനും
ആനന്ദപൂർണമായ സ്നേഹത്തോടെ അങ്ങുമായി ഒന്നിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ബാറുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: ഇസ്രായേലിന്റെ സ്മാരകമേ, എൻ്റെ ജനമേ, ധൈര്യമായിരിക്കുക. നിങ്ങളുടെ ജനതകൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല, ദൈവത്തെ കോപിച്ചതിനാലാണ് നിങ്ങളെ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിച്ചത്. ദൈവത്തിന് പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി. ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ നിപതിച്ച ക്രോധം കണ്ട് അവൾ പറഞ്ഞു: സിയോന്റെ അയൽവാസികളെ ശ്രവിക്കുവിൻ, ദൈവം എനിക്ക് വലിയ സങ്കടം വരുത്തിയിരിക്കുന്നു. നിത്യനായവൻ എൻ്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ വരുത്തിയ അടിമത്തം ഞാൻ കണ്ടു. സന്തോഷത്തോടെ ഞാൻ അവരെ വളർത്തി, എന്നാൽ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ ഞാൻ അവരെ പറഞ്ഞയച്ചു. അനേകം മക്കൾ നഷ്ടപ്പെട്ട വിധവയായ എന്നെക്കുറിച്ച് ആരും സന്തോഷിക്കാതിരിക്കട്ടെ. എൻ്റെ മക്കളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ ഏകാകിനിയായി തീർന്നു. അവർ ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടുകൂടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. പീഡിതരെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയെ സഞ്ചരിക്കുന്ന സമസ്തവും അവിടത്തെ സ്തുതിക്കട്ടെ. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവം സിയോനെ സംരക്ഷിക്കും. യൂദായുടെ നഗരങ്ങൾ പുതുക്കി പണിയും. അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും. അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും. അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു: കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു: സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു.
ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പേര് ഉണ്ടാക്കുക പേരുണ്ടാക്കുക അത് ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ പേരുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ പേരുണ്ടായിക്കോളും. ചില ആളുകൾ അവരറിയ പോലുമില്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചില ആളുകൾ അവർ മരണപ്പെട്ടു പോയി, നമ്മൾ മറന്നും പോയി, അറിയ പോലുമില്ല. ചില ആളുകൾ അറിയ പോലുമില്ല. കാരണം അവർ അത്ര കണ്ടങ്ങൊന്നും ആരെയും സ്വാധീനം ചെലുത്തിയിട്ടില്ല. ആരിലും അവർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകില്ല. അപ്പോൾ നമ്മൾ പേരുണ്ടാക്കുക എന്നത് അതൊരു അനുഗ്രഹമാണ്. പേരുണ്ടാകുക എന്നത് ചിലർക്ക് മാമോദീസയിലൂടെ നല്ല പേരുകളൊക്കെ ലഭിച്ചെങ്കിലും ആ പേരൊന്നും അവർക്ക് ഇഷ്ടമല്ല. ചില വിളിപ്പേരുകൾ അങ്ങനെ ഉണ്ട്. ഇപ്പം ദൈവം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പലതവണ പറയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 43-ാമത്തെ 1-ാം വാക്യം, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേര് അതൊരു അഭിമാനമാണ്. പേര് ഉള്ളത് അത് അഭിമാനമാണ്. നമ്മളെ പലരും ചിലപ്പോൾ നിക്നെയിമൊക്കെ വിളിക്കും. മറിയത്തെ സ്വർഗം ആദ്യം വിളിച്ച പേരും അത് ഗബ്രിയേൽ മാലാഖ വന്ന് വിളിച്ചത് ലൂക്ക 1:28 ദൈവകൃപ നിറഞ്ഞവളെ. അത് മറിയം എന്ന പേരിൻ്റെ അർത്ഥം തന്നെയാണത്. ദൈവകൃപ നിറഞ്ഞവൾ, അതാണ് കൃപയുള്ളവൾ എന്നാണ് മറിയം എന്ന പേരിൻ്റെ അർത്ഥം. വിശുദ്ധിയുള്ളവൾ, കൃപയുള്ളവൾ, അനുഗ്രഹമുള്ളവൾ എന്നൊക്കെയാണ്. അപ്പം ദൈവകൃപ നിറഞ്ഞവളെ, അത് ലൂക്ക 1:30 വീണ്ടും മറിയമേ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. കാരണം പേര് വിളിച്ചൊരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ പേരുണ്ടാകുക. അതിനെക്കുറിച്ചാണല്ലോ ഇന്നത്തെ സുവിശേഷം പറയുക. സ്വർഗത്തിൽ പേര്. അവർ സുവിശേഷ വേല ചെയ്തു. സ്വന്തം ആത്മാവിനെ മാത്രമല്ല മറ്റാത്മാക്കളെ കൂടി രക്ഷിക്കാൻ വേണ്ടി സുവിശേഷ വേല ചെയ്തു. സുവിശേഷ വേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ ഓരോ കാര്യങ്ങളിങ്ങനെ വിവരിക്കുമ്പോൾ അപ്പോഴാണ് ഈശോ പറയുക, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത്, ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു, പിശാചുക്കളൊക്കെ കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. 72 പേരും സന്തോഷത്തോടെ തിരിച്ചുവെന്ന് പറഞ്ഞു. ലൂക്ക 10:17, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടു. അവർ ദൈവനാമത്തിൽ സുവിശേഷ വേല ചെയ്തപ്പോൾ അവർക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചു. അപ്പം അവർ ദൈവനാമത്തിൽ സുവിശേഷ വേല ചെയ്തതുകൊണ്ട്, ദൈവസന്നിധിയിൽ അവർക്ക് പ്രീതി ഉണ്ടായതുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. അതാണ് അടുത്ത വചനം, ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അപ്പോൾ ഉള്ളവന് വീണ്ടും നൽകപ്പെടുമെന്ന് പറഞ്ഞതുപോലെയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ പിശാചുക്കളൊക്കെ കീഴടങ്ങുന്നു എന്നൊരു അനുഗ്രഹം അവർക്ക് കൊടുത്തു. അവർ ആ സുവിശേഷ വേല ചെയ്തപ്പോൾ അവർ അനുഗ്രഹം പ്രയോജനപ്പെടുത്തിയത് കൊണ്ട് വീണ്ടും അനുഗ്രഹം.
പാമ്പിൻ്റെയും തേളിൻ്റെയും മീതെ ചവിട്ടി നടന്നാൽ പോലും നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല. വീണ്ടും അനുഗ്രഹം ഉള്ളവന് വീണ്ടും നൽകപ്പെടും. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രയോജനപ്പെടുത്തുന്നവന് വീണ്ടും അനുഗ്രഹം. അതാണ് നമുക്ക് ഭൂമിയിലും ഇല്ലേ മനുഷ്യരുടെ ഇടയിൽ പോലും പേരില്ലാത്തവരുണ്ട്, ഉള്ള പേര് നഷ്ടപ്പെടുത്തിയവരുണ്ട്, ചീത്ത പേരുണ്ടാക്കിയവരുണ്ട്. മനുഷ്യരുടെ ഇടയിൽ പോലും പേരില്ല, മനുഷ്യരുടെ ഇടയിൽ പോലും പേരില്ല. കുടുംബത്തിൽ പോലും ചിലപ്പോൾ അവൻ നല്ലതാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഉള്ളവരുണ്ട്. അപ്പം പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ പേരുണ്ടാക്കും? മനുഷ്യരുടെ ഇടയിൽ പോലും പേരില്ല. അപ്പം പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ പേരുണ്ടാക്കും? ആദ്യം സ്വയം നമുക്കൊരു നല്ലൊരു പേരിൻ്റെ അഭിമാനമുണ്ടാകണം. എന്നിട്ട് മനുഷ്യർക്ക് നമ്മളോട് അഭിമാനം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് താനെ അത് അഭിമാനം ഉണ്ടായിക്കോളും. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് പണ്ട് ഞാൻ 94 SSLC എഴുതിയ ആളാണ്. ആ കാലയളവിൽ ആ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, റിസൾട്ട് വരണമെങ്കിൽ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ചെന്ന് നോക്കണം. അവിടെ പേരുള്ളവൻ പാസ്സായിട്ടുണ്ട്, പേരില്ലാത്തവൻ തോറ്റുപോയി എന്നാണ് അർത്ഥം. ഇപ്പോൾ മൊബൈൽ ഫോണിലെ റിസൾട്ട് കാണാൻ പറ്റും, കാലം മാറി. ഇപ്പം പണ്ട് അങ്ങനെ പേര് ഇല്ലാത്തവൻ തോറ്റുപോയി എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ വരില്ലേ, ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് വരുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലായി പോകുന്ന അവസ്ഥ വരാറില്ലേ? വെയിറ്റിംഗ് ലിസ്റ്റ് എന്തുകൊണ്ടാണ്? വെയിറ്റിംഗ് ലിസ്റ്റിലെ പേരില്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുക, താഴെ കിടക്കുക. എന്തുകൊണ്ടാണ്? അത് വൈകി നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യാൻ ചെന്നതുകൊണ്ടാണ്. നമ്മളത് ചിന്തിച്ചില്ല, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തില്ല. നമ്മൾ എല്ലാം കഴിഞ്ഞ് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ വൈകിപ്പോയി. അപ്പോൾ പേര് ഇല്ലാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? ഈ രണ്ട് ചിന്തകൾ വെച്ച്, പഴയ നോട്ടീസ് ബോർഡിലെ പേര് ഇല്ലാത്തവൻ തോറ്റുപോയി, അതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിലായി പോകുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ചിന്തകൾ വെച്ചിട്ട് പേരില്ലാത്തതിൻ്റെ കാരണം എന്താ? പേരില്ലാത്തവൻ്റെ, തോറ്റുപോയവൻ്റെ പേരില്ല. അവൻ അധ്വാനിക്കാഞ്ഞത് കൊണ്ടല്ലേ? അധ്വാനിക്കാഞ്ഞത് കൊണ്ടാണ്. അവൻ അധ്വാനിച്ചില്ല, അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല. ഒരു നല്ല സ്വഭാവം വളർത്തിയെടുക്കാൻ അവൻ പരിശ്രമിച്ചില്ല. വിശ്വാസ പരിശീലനം വേണ്ടവണ്ണം പരിശീലനം ചെയ്തില്ല. ക്ലാസ്സിൽ നേരാവണ്ണം പോയില്ല, അന്നന്ന് പഠിച്ചില്ല, അധ്വാനിക്കാഞ്ഞത് കൊണ്ടാണ്. മറിയം 3-ാം വയസ്സ് മുതൽ ദേവാലയത്തിലിരുന്ന് പരിശീലനം നടത്തിയവളാ മറിയം. അതുകൊണ്ടെന്നാ സ്വർഗം ദൈവകൃപ നിറഞ്ഞവളെ മറിയമേ എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്ത് സ്വർഗം പേര് ചൊല്ലി വിളിക്കുന്നു. അതാണ്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിലായി പോകാൻ കാരണം എന്താ? അത് വൈകിയത് കൊണ്ടാ. എല്ലാം ചെയ്യാൻ വൈകി, കുമ്പസാരിക്കാൻ വൈകി, പള്ളിയിൽ പോകാൻ വൈകി, എല്ലാത്തിനും ഒരു വൈകൽ. അങ്ങനെ വൈകി, വളരെ ഭീകരമായിട്ട് വൈകിയ ഒരാളുണ്ട്, യൂദാസ്. ഭീകരമായിട്ട് വൈകിപ്പോയി. അയാൾ യൂദാസ് പശ്ചാത്തപിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3-ാം വാക്യം, യൂദാസ് പശ്ചാത്തപിച്ചു. ആ നാണയം കൊണ്ടുപോയി അവരുടെ അടുക്കൽ ചെന്നു. അവർ പറഞ്ഞു, അവന് പേടി, അവന് ഭയമായി, അവന് ഭയങ്കര സങ്കടമായി. ദൈവമേ, ഈ എൻ്റെ ഗുരുവിനെ ഞാൻ ഒറ്റിക്കൊടുത്തല്ലോ, അത് സങ്കടമായി. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് അവരോട് പറഞ്ഞപ്പോൾ നിയമജ്ഞരും പുരോഹിതരും പറഞ്ഞു, ഞങ്ങൾക്കെന്ത്, അത് നിന്റെ കാര്യം. അപ്പോൾ അവൻ ആ നാണയമെല്ലാം എറിഞ്ഞു കൊടുത്തു. 30 വെള്ളി നാണയം അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. പക്ഷെ വൈകിപ്പോയി. അതാണ് പേര് പോയി. വെയിറ്റിംഗ് ലിസ്റ്റിലായി പോകാൻ കാരണം എന്താണ്? വൈകിപ്പോയി. പല കാര്യങ്ങളും വൈകിച്ചു. കുമ്പസാരിക്കാൻ വൈകി. പല താക്കീതുകൾ തെറ്റായ വഴികളിലൂടെ നടന്നപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്, എന്നിട്ടും പഠിച്ചില്ല. വൈകി. തലയിലേക്ക് അത് കയറാൻ, ആ ബോധ്യം വരാൻ, ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് ബോധ്യം വരാൻ വൈകിപ്പോയി. അതാണ് പല കാര്യങ്ങളും പേര് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. അതാ വൈകിപ്പോയി. അധ്വാനിച്ചില്ല, സമയം നന്നായിട്ട് ചെലവഴിച്ചില്ല, വൈകിപ്പോയി. അതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഈ ഒരു ചിന്ത നമുക്ക് സ്വീകരിക്കാം. ഇന്ന് അസീസി എന്ന പുണ്യവാളൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ എല്ലാ മനുഷ്യരുടെ മുമ്പിൽ പേരുള്ളവനാണ് അസീസി. പേരുള്ളവൻ. അവരുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ എത്ര കോൺഗ്രിഗേഷൻ തന്നെ ഉണ്ട്. നിരവധി പേരുകളിൽ കോൺഗ്രിഗേഷൻ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതാണ് നമുക്ക് തരുന്ന റിവാർഡ്. പേര് നിലനിൽക്കും. നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ മുമ്പിൽ പരിശീലനം നടത്തി അധ്വാനിച്ച് വിശ്വാസ പരിശീലനത്തിലൂടെ മുന്നോട്ട് പോയാൽ ദൈവം നമുക്ക് പേര് നൽകും. ഇനിയും ദൈവം തരുന്ന അവസരങ്ങളെ പാഴാക്കാതെ പ്രയോജനപ്പെടുത്തിയാൽ ആ മൂത്ത മകൻ വീട്ടിൽ നിൽക്കുകയാണ്. അവൻ അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ട്. എങ്കിലും ഇളയ മകൻ നഷ്ടപ്പെട്ടു പോയവൻ തിരിച്ചു വന്ന് അവന് മോതിരം വരെ കൊടുക്കത്തക്ക വിധത്തിൽ
അവന് അഭിമാനമുണ്ടാകുന്ന ഒരു കാര്യമായി. മാതാവിന് കണ്ടോ, മാതാവിന് ഇങ്ങനെ ആ പരിശീലനത്തിലൂടെ സ്വർഗത്തെ കൊണ്ട് പേര് വിളിപ്പിക്കാൻ അത്രയും യോഗ്യതയുണ്ടായവളെ സ്വർഗത്തിൽ കൊണ്ട് നിർത്തിയിട്ടും മതി വരാതെ ഒരു കിരീടം കൂടി വെച്ചു കൊടുത്തു. ബഹുമതിയോട് ബഹുമതി. നീ ദൈവസന്നിധിയിൽ നീ പേരുണ്ടാക്കാൻ ശ്രമിച്ചാൽ നിനക്ക് നിന്റെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ ആഗ്രഹിക്കാത്തത് കൂടി നിനക്ക് തരും. മനുഷ്യരുടെ മുമ്പിൽ നിനക്ക് നിവർന്ന് നടക്കാൻ സാധിക്കും. തലകുനിച്ച് ലജ്ജയോടെ നടന്നത് അതെല്ലാം മാറിപ്പോവും. അതിനൊത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ ഒരു സമാധാന പ്രാർത്ഥന, സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ, സമാധാനത്തിൻ്റെ ഉപകരണമാക്കണം. അത് നല്ലൊരു പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈശോയെ, ഈ ഫ്രാൻസിസ് അസീസിയെ പോലെ എന്നെയും അങ്ങയുടെ ഒരു ഉപകരണമാക്കണം, അങ്ങയുടെ പേര് വഹിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റണമേ. പൗലോസിനെ കുറിച്ച് പറയുന്നത് സാവൂളം മാനസാന്തരപ്പെട്ട് തിരികെ വരുമ്പോൾ സാവൂളിനെക്കുറിച്ച് കുരുത്തം കെട്ടവനാണെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ഇവനെ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുത്ത പാത്രമാണിവൻ എന്ന് പറഞ്ഞിട്ടാണ് ദൈവം സാവൂളിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഒരു മേൽഗതി, ഉയർച്ച, ബഹുമതി ദൈവം തരും. ദിവ്യമാം ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം അയക്കണമേ. ദിവ്യമാം ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം അയക്കണമേ. ദിവ്യ സന്ദേശങ്ങളെങ്ങും പരത്തുവാൻ വിദ്വേഷത്തിനിരുൾ നീക്കുവാനും സത്യം പുലർത്തി അനീതിയകറ്റുവാൻ എന്നെ അയക്കണമേ. ദ്രോഹികളായോർക്ക് മാപ്പു നൽകിയിടുവാൻ സൗഹൃദം കാട്ടിയിടുവാൻ. ദ്രോഹികളായോർക്ക് മാപ്പു നൽകിയിടുവാൻ സൗഹൃദം കാട്ടിയിടുവാൻ. ആശയറ്റുള്ളവർക്കാശ നൽകിയിടുവാൻ എന്നെ അയക്കണമേ. ദിവ്യമാം ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം അയക്കണമേ. പരിശുദ്ധ മറിയത്തെ ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ അമ്മയാകാൻ പ്രയോജനപ്പെടുത്തിയതുപോലെ കർത്താവെ, ഞങ്ങളെയും ദൈവസന്നിധിയിൽ പേര് കണ്ടെത്തുവാനും അഭിമാനമുണ്ടാകുവാനും ഞങ്ങളെയും ഫ്രാൻസിസ് അസീസിയെ പോലെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാകുവാനും പ്രയോജനപ്പെടുത്തണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസ് ഏറെ തീക്ഷ്ണതയോടെ ആശ്ലേഷിച്ച കുരിശിൻ്റെ രഹസ്യം ഉചിതമായി ആഘോഷിക്കുന്നതിന് ഞങ്ങൾ യോഗ്യരാകാൻ ഈ യാഗദ്രവ്യങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങ് ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥ്യം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞുമലയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റു ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട്
അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായിക്കുടെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സത്യരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് അങ്ങേ ഞങ്ങൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒന്നിച്ച് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യദാനങ്ങൾ വഴി വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സ്നേഹവും അപ്പസ്തോലിക ചൈതന്യവും അനുകരിച്ചുകൊണ്ട് അങ്ങ് സ്നേഹത്തിൻ്റെ ഫലം അനുഭവിക്കുവാനും എല്ലാവരുടെയും രക്ഷയ്ക്കായി പ്രയത്നിക്കുവാനും അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി നമുക്ക് കർത്താവിനൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സ്തുതിപ്പിനൊരു പ്രത്യേക അഭിഷേകമുണ്ട്. കാരണം 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നമ്മുടെ കൂടെ ഉണ്ട്. 1500 വിശുദ്ധരുടെ അഭിഷേകം, 1500 വിശുദ്ധരുടെ പ്രത്യേക മാധ്യസ്ഥ്യം കൂട്ടായ്മയിലാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മരിയൻ അഭിഷേകമുണ്ട്. മരിയൻ അഭിഷേകത്തോട് ചേർന്ന്, വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാന അർപ്പിച്ചവരാണ്, പരിശുദ്ധ കുർബാന സ്വീകരിച്ചവരുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിച്ചവരുടെ സമീപം നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അഭിഷേകമായി മാറും. കരങ്ങൾ ഉയരട്ടെ, സ്തുതിക്കട്ടെ, ഓരാവശ്യങ്ങൾ പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 അനുഗ്രഹിക്കണമേ. അസാധ്യമായ കാര്യങ്ങളുടെ മേൽ അഭിഷേകമുള്ള ദൈവമേ, ദൈവമേ, അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്നവനെ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനെ, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനെ, ഈ ജനങ്ങളുടെ മേൽ അങ്ങ് അഭിഷേകം ചൊരിയണമേ. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ. കുടുംബത്തിൽ മക്കൾ ജനിക്കട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ, കടബാധ്യതകൾ മാറട്ടെ, ജോലി ലഭിക്കട്ടെ, നാട്ടിലും വിദേശത്തും ജോലി ലഭിക്കട്ടെ, തുടങ്ങി വെച്ച ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ കൃപ കൊടുക്കണമേ. മദ്യപാനാസക്തി മാറട്ടെ, തുടരെ തുടരെ വരുന്ന അപകടങ്ങൾ വഴിമാറിപ്പോകട്ടെ, സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ, നല്ല ഉറക്കമുള്ള രാത്രികൾ ഉണ്ടാകട്ടെ, പഠന വൈകല്യങ്ങൾ മാറട്ടെ, നിരാശ വിട്ടുമാറട്ടെ, രോഗികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ദൈവശക്തി വ്യാപരിക്കട്ടെ. കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ദൈവശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ദൈവം വന്ന് സമീപത്ത് വന്ന് തോളത്ത് തട്ടി ആശ്വാസം നൽകുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകരം കൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി പറയാം.